എന്തോന്നിത്, എന്തോന്നറിയത്, പ്രീമിയർ ലീഗിലൊക്കെ വന്നിട്ടുള്ളതല്ലേ, ഒരു മര്യാദയൊക്കെ വേണ്ടത്. 7-2 ബാഴ്സലോണ ന്യൂകാസ്റ്റൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ക്യാമ്പ് നൗവിൽ. ഫസ്റ്റ് ലെഗ് കണ്ടവർക്കറിയാം, ഫസ്റ്റ് ലെഗിൽ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് കിടിലനായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു കാഴ്ചവെച്ചത്. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈ മാച്ചും കൂടി ഒരു ടഫ് മാച്ച് ആയിരിക്കും എന്നത്. പക്ഷേ ബാഴ്സയെ സംബന്ധിച്ച് ക്യാമ്പ് നൗവിലാണോ കളി, ഒരു ടഫും ഇല്ല എന്നതാണ്. ഈ മാച്ച് തുടങ്ങുന്ന മുമ്പ് നെയ്മർ ഒരു പ്രവചനം നടത്തിയിരുന്നു, ബാഴ്സ 1-3 ജയിക്കും എന്നതായിരുന്നു. റാഫിഞ്ഞ 2 ഗോൾ അടിക്കും, യമാൽ 1 ഗോൾ അടിക്കും എന്നത്. അത് തന്നെ, റാഫിഞ്ഞ 2 ഗോൾ അടിച്ചു, യമാൽ 1 ഗോൾ അടിച്ചു. പക്ഷെ സ്കോർ മാത്രം ഇരട്ടിയായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. 1-3 അല്ല, 7-2. ഈ മാച്ചിലേക്ക് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ബാഴ്സയുടെ 2 മിഡ്ഫീൽഡേഴ്സാണ്, മാർക്ക് ബെർണാർഡും അതുപോലെ തന്നെ പെഡ്രിയും. 2 പേരും യങ്സ്റ്റേഴ്സാണ്, 2 പേരും ഒരു ലീൻ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അറിയാലോ, വലിയ ഫിസിക്കൽ എബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് ഒന്നുമില്ല. പക്ഷേ അപ്പുറത്ത് കളിക്കുന്ന ആരൊക്കെയാ, ടൊനാലി, അതുപോലെ തന്നെ ജോലിൻറ്റൺ, ഇവരൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഗെയിം കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഫിസിക്കൽ ഗെയിമിന് മുകളിൽ നിൽക്കുന്നതാണ് ടാക്ടിക്കൽ ഗെയിം, ആ ഒരു ടെക്നിക്കൽ ഗെയിം എന്നത് തെളിയിക്കുന്ന പെർഫോമൻസ് ആണ് ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ. മാർക്ക് ബെർണാർഡ് ആയാലും ശരി, പെഡ്രി ആയാലും ശരി, കിടിലൻ കളി. മിഡ്ഫീൽഡ് അവർ മൊത്തത്തിൽ അങ്ങ് എടുത്തു. ഒരു രീതിയിലും ഒരു ഡോമിനൻസോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ന്യൂകാസ്റ്റൽ യുണൈറ്റഡ്. ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാലും സെക്കൻഡ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു മിഡ്ഫീൽഡിൽ ബോൾ റിക്കവർ ചെയ്യുന്നു, മാച്ച് സ്ലോ ഡൗൺ ചെയ്യുന്നു, ഫുൾ കൺട്രോളാണ്. സ്പീഡ് കൂട്ടണോ കൂട്ടാം, കുറയ്ക്കണോ കുറയ്ക്കാം, അങ്ങനത്തെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുകയാണ് ഈ 2 പ്ലേയേഴ്സും. മാർക്ക് ബെർണാർഡ് 1 ഗോളും സ്കോർ ചെയ്തു. മാർക്ക് ബെർണാർഡ് ഇപ്പോൾ തുടർച്ചയായിട്ട് വളരെ മികച്ച പെർഫോമൻസ് നടത്തുകയാണ്, സ്ഥിരമായിട്ട് ആദ്യ 11 കളിപ്പിക്കുന്നു. കഴിഞ്ഞ സീസണിൽ ACL ഇഞ്ചുറി പറ്റി പോയിട്ടുള്ള പ്ലെയറാണ്, സ്ഥിരമായിട്ട് ഗോളുകൾ അടിക്കുന്നു എന്നതൊക്കെ ബാഴ്സയെ സംബന്ധിച്ച് ഒരു വളരെ മികച്ച കാര്യമാണ്. ഇനി അറ്റാക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ റോബർട്ട് ലെവൻഡോസ്കിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങാം. ലെവൻഡോസ്കി ആ ഒരു മാച്ചിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ 2-3 മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ലെവൻഡോസ്കി ആ ഒരു സ്പീഡില്ല, ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ ലെവലിൽ നിൽക്കുന്ന ആ ഒരു സ്പീഡില്ല. ഇപ്പോൾ യമാലായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ടച്ച് മിസ്സായിട്ട് യമാൽ ആ ഒരു ബോൾ മിസ്സാകുമ്പോൾ യമാലിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആ റിയാക്ഷനിൽ തന്നെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നടന്നത് എന്താ, പിന്നീട് ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതായത് ഈ യമാലാണെന്ന് തോന്നുന്നു ഒരു ബോൾ ലെവൻഡോസ്കിക്ക് നൽകുവാണ്. ലെവൻഡോസ്കി ഫസ്റ്റ് ടച്ച് ചെയ്തിട്ട് എന്താണ് അവിടെ ചെയ്തതെന്ന് ഒരു പിടുത്തമില്ല. ടക്കുന്ന ആ ഒരു ബോൾ റാഫിഞ്ഞയിലേക്ക് പോകുന്നു. റാഫിഞ്ഞയുടെ ഷൂട്ട് കീപ്പർ തടഞ്ഞിട്ട് അത് ലെവൻഡോസ്കിയുടെ അടുത്തൂടെ തന്നെ യമാലിലേക്ക് വരികയാണ്. യമാൽ അത് അടിച്ച് റോക്കറ്റ് പോലെ വെളിയിൽ കളയുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ഇൻസിഡന്റ് മതി റോബർട്ട് ലെവൻഡോസ്കി തനിക്ക് ഏജൊക്കെ ആയി, ശരിയാണ്, 37 വയസ്സുണ്ടായി, പക്ഷേ ഇപ്പോഴും ഞാൻ ലെവൻഡോസ്കി ആണ് എന്നത് ഇപ്പോഴും അദ്ദേഹം തെളിയിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ ആ 2 ഗോളുകൾ, ഹെഡർ, തനിക്ക് ഇപ്പോഴും തൻ്റെ ആ ഒരു പെർഫോമൻസ് നടത്താൻ പറ്റും, ഗോളുകൾ നേടാൻ പറ്റുമെന്നത് ലെവൻഡോസ്കി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബിഗ് മാച്ചസിൽ എനിക്ക് ഷോ ചെയ്യാൻ പറ്റും എന്നത് ഇപ്പോഴും ലെവൻഡോസ്കി കാണിച്ചു തന്നു ഈ മാച്ചിൽ. റാഫീനിയ, എൻ്റെ പൊന്നോ, എന്നാ പെർഫോമൻസ് ആണ്. ഈ മാച്ചിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. 2 ഗോള് 2 അസിസ്റ്റ്. കഴിഞ്ഞ 4 ദിവസത്തിന്റെ ഗ്യാപ്പിൽ 7 ഗോൾ കോൺട്രിബ്യൂഷൻ. വാട്ട് എ പ്ലെയർ, വാട്ട് എ ബ്രില്യൻ പെർഫോമൻസ്. എടുത്തു പറയണം, ഓരോ മൂവ്മെന്റും ഓരോ നീക്കവും നമ്മളിങ്ങനെ എടുത്തെടുത്ത് എണ്ണി പറയാൻ പറ്റും. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഈ മാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റത്തെ ഗോൾ കാണുക, ഒരു ഫേക്കിന് ശേഷം ഒരു ഈസി ആയിട്ട് ആ ഒരു കിടിലൻ ഫിനിഷാണത്. കീപ്പറിനൊന്നും ഒരു ചാൻസും ഇല്ലാത്തൊരു ഫിനിഷാണ്. അതുമാത്രമല്ല അസിസ്റ്റുകളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ബ്രില്യൻ പെർഫോമൻസ്. റാഫീഞ്ഞ ആ ഒരു ഗ്രൗണ്ടിൽ എന്താണ് റാഫീഞ്ഞയുടെ പൊസിഷൻ? ലെഫ്റ്റ് വിങ്ങിലാണോ, റൈറ്റ് വിങ്ങിലാണോ, അറ്റാക്കിംഗ് മിഡാണോ, സെന്റർ മിഡാണോ, ഫോർവേഡ് ആണോ, ഒന്നും അറിയാൻ പറ്റത്തില്ല. എല്ലായിടത്തും ഉണ്ട് റാഫീഞ്ഞ, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റാഫീഞ്ഞയെ. ഓടി നടന്ന് കളിക്കാന്ന് പറയത്തില്ലേ, അറ്റാക്കിങ്ങിലെ സകല മേഖലയിലും റാഫീഞ്ഞ ഉണ്ട്. സെക്യൂർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡിഫൻസിലും റാഫീഞ്ഞ ഉണ്ട്. എല്ലാ വിങ് ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാ രീതിയിലും നിറഞ്ഞു കളിക്കാണ്. 10 out of 10 പെർഫോമൻസ് ആണ് ഈ മാച്ച് നടത്തിയിട്ടുള്ളത് റാഫീഞ്ഞ. പിന്നെ ലാമിൻ യമാലിനെ കുറിച്ച് എന്താ പറയാൻ, 1 ഗോൾ 1 അസിസ്റ്റാണ് യമാൽ നൽകിയിട്ടുള്ളത്. ബ്രില്യൻ പെർഫോമൻസ് ആണ് യമാൽ നടത്തിയിട്ടുള്ളത് ഈ മാച്ചിലും. കൺസിസ്റ്റൻസിയുടെ അങ്ങേ അറ്റമാണ് യമാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു 18 വയസ്സ് പ്ലെയറിന്
എങ്ങനെയാണ് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നത്? ഇത് സത്യം പറഞ്ഞാൽ അബ്നോർമലാണ്. സാധാരണ യമാലിന്റെ റേറ്റിംഗ് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 7.5 7ന് മുകളിലാണ് റേറ്റിംഗ് മൊത്തം വരുന്നത്. 7നും 8.5ക്കും ഇടയിലാണ് റേറ്റിംഗ് വരുന്നത്. അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. നോർമലി ഒരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ആർക്കും അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഈസി ആയിട്ട് എല്ലാ മാച്ചിലും കൺസിസ്റ്റന്റ് ആയിട്ട് യമാൽ കളിക്കുന്നു. യമാലിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ബ്രില്യൻ പെർഫോമൻസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ആ ഒരു പെർഫോമൻസ് യമാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാച്ചിൽ അത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ബ്രില്യൻ പെർഫോമൻസ് ആണ് യമാൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് ഒരു ഗോൾ ഒരു അസിസ്റ്റ് നൽകി. ഫെർമിൻ ലോപ്പസിനെ സംബന്ധിച്ച് എന്ത് പറയാന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ഒരു അണ്ടർ റേറ്റഡ് ആണ് ആള്. അതേ എനിക്ക് പറയാനുള്ളൂ. അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. ഈ സീസണിൽ തന്നെ നമ്മൾ ഹാട്രിക് ഒക്കെ കണ്ടതാണ്. ചാമ്പ്യൻസ് ലീഗിലൊക്കെ ബ്രില്യൻ പെർഫോമൻസ് താരം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ മാച്ചിലും അത് തന്നെയാണ്. താരത്തിന്റെ പൊസിഷൻ ഒരു അറ്റാക്കിംഗ് മിഡാണ്. ബാഴ്സ കളിക്കുന്നത് 4-2-3-1 എന്ന ഫോർമേഷനാണ്. ഈ ഒരു ഫോർമേഷനിൽ ആ ഒരു 2 സെന്റർ മിഡ്, 2 പിയോട്ട്, അതിന് മുകളിലായിട്ടുള്ള ഒരു റോളാണ് ഈ ഒരു ഫെർമിൻ ലോപ്പസിന് കിട്ടിയിട്ടുള്ളത്. ആ റോള് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫെർമിൻ ലോപ്പസ് ചെയ്യുന്നത്. ബ്രില്യൻ്റ് ആയിട്ടാണ് ഫെർമിൻ ലോപ്പസ് ചെയ്യുന്നത്. ആ അറ്റാക്കിങ്ങിലേക്കുള്ള ഒരു കണക്ഷനാണ്. അതായത് മിഡിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്കുള്ള ഒരു കണക്ഷനാണ്. ഈസി ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സയുടെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഡിഫൻസിൽ അങ്ങനെ ഒരു ബ്രില്യൻ പെർഫോമൻസ് നടത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ജെറാർഡ് മാർട്ടിൻ അത്യാവശ്യം മികച്ച രീതിയിൽ ഈ മാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ജാവോ ക്യാൻസലോയുടെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാച്ച് കണ്ടവർക്ക് അത് കണക്ട് ആകും. കഴിഞ്ഞ മാച്ചിൽ വന്ന ആ ഒരു പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ആയിരിക്കാം, അത് ഞാൻ ഈ മാച്ചിൽ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഡീസന്റ് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. പൗ കുബാർസി സെയിമാണ്. പിന്നെ കളിയുടെ ആ ഒരു തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു 20 മിനിറ്റ് ആ ഒരു സമയത്ത് ആണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു വിങ് ബാക്കിൽ കളിച്ചിരുന്ന ഗാർസിയെ മാറ്റിക്കൊണ്ട് ആ ഒരു പൊസിഷനിലേക്ക് റൊണാൾഡോ അറോജയെ കൊണ്ടുവന്നു. ഗാർസിയെ മാറ്റിയ തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അതൊരു ടാക്ടിക്കൽ ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടെ ഗാർസിക്ക് ഒരു അഡ്വാൻറ്റേജ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓപ്പണന്റ് ടീമിന് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു മാച്ചിൽ കൂടുതൽ പാസിങ്ങിലും മറ്റു കാര്യങ്ങളിലൊക്കെ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ, ഒരു ഫിറ്റ്നസ് ഇഷ്യൂ ഉള്ളതുപോലെ തോന്നി. അപ്പോൾ ഉടൻ തന്നെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നു. പക്ഷെ ഇറക്കുന്നത് ആരെയാ? റൊണാൾഡോ അറോജോ വന്നു. അറോജയുടെ കാലിനിടെ കൂടെ ഒരു ബോൾ പോയി, നേരെ അത് പിന്നീട് ടച്ച് ചെയ്ത് ഗോളാക്കി. അതിനുശേഷം ആ ഒരു കുബാർസി ആയിട്ടുള്ള ക്ലാഷ്. കുബാർസിക്കൊക്കെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ബാഴ്സയെ സംബന്ധിച്ച്. കാരണം ഇനി ബാക്കപ്പ് ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ് ബാഴ്സയ്ക്ക്. ഡിഫൻസിൽ ഓൾറെഡി 2 വിങ് ബാക്കിന് ഇഞ്ചുർഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ ഒരു സിറ്റുവേഷനിലാണ് അങ്ങനത്തെ ഒരു ക്ലാഷ് ഒക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അറോജ നടത്തിയിട്ടുണ്ട്. 7.1 റേറ്റിംഗ്. അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു പെർഫോമൻസ് അറോജയുടെ ഭാഗത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ഈക്വൽ പെർഫോമൻസ് ആയിരുന്നു 2 ടീമും. എനിക്ക് തോന്നുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ അവസാനത്തെ ഒരു 15 മിനിറ്റ് ആയിരുന്നു ബാഴ്സയുടെ കുറച്ചുകൂടെ ഒരു ഡോമിനൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ തുടക്ക സമയങ്ങളിലെല്ലാം 2 ടീമും ഒപ്പത്തിനൊപ്പം തന്നെയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മൊത്തം കളി മാറി. എന്താ ചെയ്യേണ്ടത് ന്യൂകാസിലിന് അറിയാൻ വയ്യ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. മൊത്ത കളി അവർ കൊണ്ടുപോയി. ഈസി ആയിട്ടാണ് ഓരോ ഗോളുകളും അടിക്കുന്നത്, ഓരോ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാം ഈസി ആയിട്ടാണ്. ബോൾ റിക്കവർ ചെയ്യുന്ന കാര്യത്തിൽ ബാഴ്സയുടെ മിഡ്ഫീൽഡേഴ്സിന് ഈസി ആയിട്ട് ബോൾ റിക്കവർ ചെയ്യാൻ പറ്റുകയാണ്. ഒരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടില്ല മിഡ്ഫീൽഡിൽ. അത്രയും ഫിസിക്കലി കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടായിട്ട് പോലും ഒന്നും തന്നെ അവർക്ക് അവിടെ ഒരു രീതിയിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മിഡ്ഫീൽഡേഴ്സിന്റെ ഒക്കെ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 5-ൽ താഴെയാണ്. 5-ൽ താഴെ, 5, 6-ൽ താഴെയൊക്കെ ഉള്ള റേറ്റിങ്ങുകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സയുടെ ക്യാമ്പ് നൗവിൽ വന്ന് കളിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 14 മാച്ച് അങ്ങനെ ആയിട്ട് ഇവർ ലീഗിൽ ക്യാമ്പ് നൗവിൽ തോറ്റിട്ടില്ല. എനിക്ക് തോന്നുന്നു ക്യാമ്പ് നൗ പുതിയതായിട്ട് പണിത് കൊണ്ടുവന്നതിന് ശേഷം ക്യാമ്പ് നൗവിൽ ഇവർ പരാജയപ്പെട്ടിട്ടേ ഇല്ല. ക്യാമ്പ് നൗ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1,00,000-ന് മുകളിൽ 1,50,000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും കപ്പാസിറ്റി ഫുള്ളാകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 60,000-ന് മുകളിൽ മാത്രം ആളുകളെയാണ് ഇപ്പോൾ ഇരുത്തുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കപ്പാസിറ്റിയിൽ ആൾക്കാർ ഇരുത്തിയിട്ട് പോലും ക്യാമ്പ് നൗവിൽ ഉണ്ടാക്കുന്ന ആളുകളുടെ ആ ഒരു ആരവം ഉണ്ടല്ലോ, അതെടുത്ത് പറയേണ്ടതാണ്. ആ രീതിയിലാണ് ക്യാമ്പ് നൗവിൽ ആ ഒരു സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബാഴ്സയ്ക്ക്.
കളിയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ബാഴ്സയുടെ ഗോൾ കീപ്പറിന് ഇഞ്ചുറി പറ്റിയിരുന്നു. ഈ മാച്ചിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഈ സാധാരണ ഒരു മാച്ചിൽ 5 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താൻ പറ്റും, 5 പേരെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാഴ്സ ആ സമയത്ത് 4 പേരെ മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. 80 മിനിറ്റോട് അടുക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, 5 റീപ്ലേസ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ അവസ്ഥ അലച്ചിട്ടുണ്ടോ? ഗോൾ കീപ്പർ ഇഞ്ചുറി വെച്ച് കളിക്കണം, ഇല്ലെങ്കിൽ ഗോൾ കീപ്പറെ മാറ്റിയിട്ട് ഗോൾ കീപ്പർ മാറ്റാൻ പറ്റില്ല. 5 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗോൾ കീപ്പർ ഇഞ്ചുറി വെച്ച് കളിക്കണം. ഒരു പക്ഷേ ആ ഇഞ്ചുറി വലുതായിട്ട് ഒരു സീസൺ മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ വരാം. അപ്പോൾ 5 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഹാൻസി ഫ്ലിക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. ഫസ്റ്റത്തത് ആ ഒരു ടാക്ടിക്കൽ തീരുമാനമായിരുന്നു. രണ്ടാമത്തത് ടീം ഓൾമോസ്റ്റ് ആ ഒരു ജയിച്ചു എന്ന രീതിയിലേക്ക് മാറിയതിനു ശേഷം അത്യാവശ്യമുള്ള പ്ലേയേഴ്സിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്കൊക്കെ കവർ ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ പെഡ്രീനെയൊക്കെ മാറ്റുമെന്ന് വിചാരിച്ചിരുന്നു. ഒരു പക്ഷേ കീപ്പറിന് ഇഞ്ചുറി പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ പെഡ്രീനെയോ ഇല്ലെങ്കിൽ റാഫീനെയോ ചേഞ്ച് ചെയ്തേനെ. റാഫീനെ ചേഞ്ച് ചെയ്തിട്ട് റാഷ്ഫോർഡിനെ കൊണ്ടുവന്നേനെ. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പെഡ്രിയെ മാറ്റി റാഷ്ഫോർഡിനെ കൊണ്ടുവന്നിട്ട് ഈ ഡാനി ഓൾമോനെ മിഡിലോട്ട് മാറ്റി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് സ്ക്വാഡ് വളരെ ചെറിയൊരു സ്ക്വാഡാണ്. ബാഴ്സയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഈ ഒരു മാച്ചിന് മുമ്പ് ഞാൻ ഇട്ടിരുന്ന വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, ബാഴ്സയുടെ ആ ഒരു നാച്ചുറൽ ഫുട്ബോൾ, നാച്ചുറൽ ഗെയിം, ഹൈ ലൈൻ, ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ, ഹൈ പ്രസിംഗ് ഗെയിം കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ടീമും പാടുപെടും ഗോൾ അടിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു ഗെയിമാണ് എന്നതാണ്. ബാഴ്സ കൺസിഡർ ചെയ്യുന്ന 2 ഗോളും സെയിം ആണ്. ഒരു സാധാരണ ഒരു ഹൈലൈൻ ടീമുകൾ കൺസിഡർ ചെയ്യുന്ന പോലത്തെ ഗോളുകൾ തന്നെയായിരുന്നു. അതിൽ ഈ ഡിഫൻസ് എറർ ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും സാധാരണ ബാഴ്സ ഇങ്ങനത്തെ ഗോളുകൾ കൺസിഡർ ചെയ്യാറാണ്. ബാഴ്സയുടെ ആ ഒരു സിസ്റ്റം അറിയാലോ, എത്ര ഗോൾ വാങ്ങുന്ന അതിന്റെ ഇരട്ടി അടിക്കുക എന്നൊരു സിസ്റ്റമാണ്. അത് ബാഴ്സയ്ക്ക് അതുപോലെ തന്നെ ഈ മാച്ച് ചെയ്യാൻ പറ്റിയെന്നതാണ്. ഫസ്റ്റ് ലെഗ് മാച്ച് കണ്ട സമയത്ത് ബാഴ്സ കുറച്ച് ഡിഫെൻസീവ് ആയിട്ട് കളിക്കുന്നതാണ് കണ്ടത്. സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ ബാഴ്സ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു നാച്ചുറൽ ഗെയിം അതേപടി കളിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ മികച്ചൊരു ഗെയിം, എനിക്ക് അതേ പറയാനുള്ളൂ. ഈ ഒരു മാച്ച് കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ ഒന്നാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗെയിം ബാഴ്സ ഈ മാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു എന്ന് തന്നെ എനിക്കറിയാൻ വയ്യ, കാരണം അതിന് മാത്രം സംസാരിക്കാനുള്ളൊരു മാച്ചാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇനിയും ചിലപ്പോൾ ബാഴ്സയുടെ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചിലപ്പോൾ ഇട്ടേക്കാം, എന്തെങ്കിലും ടാക്ടിക്കലി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.